ഹായ് ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന്. എനിക്കൊരു ന്യൂ ജോബ് ഓഫർ കിട്ടി. അപ്പം ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. റെഡി ആയിട്ടില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനപ്പോൾ വിചാരിച്ചു പറ്റുവാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം, ഇതും ഒരു മെമ്മറി ആയിട്ട് ഇരിക്കുമല്ലോ എവിടെയെങ്കിലും. അങ്ങനെ അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ജോബ് എന്ന് വെച്ചാൽ എൻജിനീയറിങ് ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ വലിയ ഹെക്റ്റിക് ജോബല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലും ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം റെഡിയാവണം. ഗുഡ് മോർണിംഗ്. ഉറങ്ങുവാണ്. ഹായ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബീട്രൂട്ട് സാലഡ് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ഞാൻ കൂടുതലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ ഈ കൈൻഡ് ഓഫ് ഫുഡാണ് യൂസ് ചെയ്യുന്നത്. ഓട്സ്, ഓവർനൈറ്റ് ഓട്സ്, പിന്നെ എന്തെങ്കിലും സാലഡ്, എന്തെങ്കിലും വീക്ക്ലി 1 ടൈം ഒക്കെയാണ് അത്യാവശ്യം ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഈ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്, അതേപോലെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. മറ്റേ അത് ഈ അടുത്ത് ഹിറ്റായിട്ടുണ്ടായില്ലേ ആലിയ ഭട്ടിൻ്റെ റെസിപ്പി, അതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിലേക്ക് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ ഡെയിലി ഒന്നും ഇത് കഴിക്കുന്നില്ല, കാര്യം ഡെയിലി ബീട്രൂട്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലം വരും. അപ്പോൾ ഇത് നല്ല അടിപൊളി ഓപ്ഷനാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാനൊരു കുഞ്ഞു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഉള്ള മൊമെന്റ് വരെ ഞാനിപ്പം ഓക്കെ ജോയിനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീറ്റു. അതുകൊണ്ട് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റി. ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റു. അപ്പോൾ തൊട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഡെയിലി ഒരു ½ an hour നേരത്തെ എണീറ്റാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഡേ ലെങ്ത് കൂടുന്ന പോലെ ഫീൽ ചെയ്യും. മടുപ്പ് തോന്നാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിലിട്ടിരിക്കുന്ന മറ്റേ ബീട്രൂട്ട്, പിന്നെ ഷിയാ സീഡ്, പിന്നെ ക്യുക്കമ്പർ, ഒനിയൻ, പിന്നെ ടൊമാറ്റോ, പിന്നെ ഇതിന് താളിക്കുന്നത് ഗീ വെച്ചിട്ടാണ്. ഗീ, മസ്റ്റാർഡ്, പിന്നെ ചെറിയ കുഞ്ഞ് ജീരകമില്ലേ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ താളിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു ടൈം ഇപ്പം ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ടൈമിങ് 9:30 അതുകൊണ്ട് നല്ല തിരക്കാണ്, റോഡ് റഷാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ വ്ളോഗ് ചെയ്യുന്നതൊക്കെ എനിക്കെന്തോ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പറ്റുവാണെങ്കിൽ വ്ളോഗ് ചെയ്യാം, പറ്റുവാണെങ്കിൽ ആ മൊമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരാം, നമ്മുടെ ഓഫീസ് റൂമൊക്കെ കാണിച്ചു തരാം. ഞാനെന്തായാലും ഇറങ്ങട്ടെ. ഇങ്ങനെയുണ്ട് ഓഫീസ് ലുക്ക്, ഫസ്റ്റ് ഡേ ഓഫീസ് ലുക്ക്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ലേസി ആയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ബൈ, വന്നിട്ട് കാണാം. ഇതാണ് എൻ്റെ ഓഫീസ്. ഞാൻ വിചാരിച്ചു കുറേ പേരുണ്ടാവും, ആരെ കാണുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു ആരെങ്കിലും ഇഷ്യൂസ് ആയിട്ടൊക്കെ വരും, അപ്പോൾ ഒന്ന് റിസോൾവ് ചെയ്ത് കൊടുക്കാൻ. അതാണ് ഇന്നത്തെ പണി. എനിക്കിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് സിസ്റ്റം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി, HR പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് കുറച്ച് റിലാക്സിങ് ആയിരിക്കും, എന്തെങ്കിലും ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ എടുത്തോ, ഫ്രീ ടൈം ഉണ്ടാവും എന്നൊക്കെ. സോ ആക്ച്വലി ഐ വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് ലൈക്ക് ദിസ്. എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. A few moments later. Hey. Hi.
ഞാൻ തിരിച്ച് വീട്ടിലെത്തി മീൻസ് മറ്റേ അധികം വർക്ക് ഉണ്ടായില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും. ചെറിയ വർക്കേ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു, റിലാക്സിങ് ആയിരുന്നു. കുറേ സ്കൂൾ ടീച്ചിങ് ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. കുഴപ്പമുണ്ടായില്ല, ഒരു അടിപൊളി മാമൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിട്ട് ഒരു ഔട്ടിങ് പോവാനാണ് പ്ലാൻ. അപ്പം എൻ്റെ ഫോണിൽ ചാർജില്ല, അപ്പം ഞാൻ പോയി ചാർജ് ചെയ്യട്ടെ. അപ്പം വലിയ വിശേഷമൊന്നും ഇല്ല. ഒരാൾ വരുന്നുണ്ട്, ഞാൻ കാണിച്ച ഒരാൾ ബ്രോയിനെ പിക്ക് ചെയ്യാൻ പോയതാ. ഇതിന് മൈൻഡിൽ അങ്ങനെ മേമേ കൈയുണ്ട്. ഇപ്പം മൊബൈൽ വീളും കഞ്ഞിറ അന്നാലും മാർക്ക് കൂടാവ് 10 മാർക്ക് പോയി അവിടെ ടിപ്പിക്കൽ മോമി. SSTക്ക് എത്ര? അവരായി അവരുടെ പാടായി. എതിലും പയ്യെ ഷൂട്ടി വേണ്ട. മൊബൈൽ കൊണ്ട് മാർക്ക് കുറവില്ല, നല്ല മാർക്ക് അതില്ല. പക്ഷേ 40-ൽ 31 മതിരയും മിതി കിട്ടും. ബാപ്പ ഇപ്പൊ വരും. റേമൻ ഭായി ടാറ്റാ. അപ്പോ ഞാൻ ചാർജ് ചെയ്യട്ടെ. ആയല്ലേ ഹായ് എന്നമ്മ ഹായ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് എതിലി അത് നാളെ തന്നെ പോയി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വാ. എന്നെ ആട്ടിട്ടെടുക്കണ്ട. ഇതൊക്കെ ഉമ്മ പീലാൻ പോയി കണ്ടി. വീണ്ടും നമ്മുടെ ഇന്നലത്തെ സ്പോട്ടിലേക്ക് തിരിച്ചു. നമ്മ ഒരിടത്ത് പോയ അവിടെ തന്നെ സത്യം പറഞ്ഞ നല്ല വിശപ്പ്. അയ്യോ വേണ്ട, ഞാൻ പറയില്ല. എല്ലാ വ്ളോഗിലും വിശപ്പ്. ഇതിലും ബേബി ഉറങ്ങിട്ടോ. ഉറങ്ങിയത് നല്ലതാ. അല്ലെങ്കിൽ ഇന്നലെ മെഞ്ഞൊക്കെ ആളുടെ ഒരു എന്ന് പറയും ഭയങ്കര അലമ്പായിരുന്നു. ജീനം പറഞ്ഞിട്ടവരുണ്ട്. പിന്നല്ലേ വേറൊരു കാര്യം പറയാം. ജീനട 2 വണ്ടിയും പിടിച്ചിട്ടു.
പക്ഷെ നമുക്ക് ബുക്കും പേപ്പറും ഒക്കെ ബുക്കും പേപ്പറെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലീസ് ഞങ്ങളെ കണ്ടുപിടിക്കാതിരിക്കുക. വേറൊരു കാര്യം പറയാൻ വന്നതെന്ന് പറയൂ, ഞാൻ മുമ്പിട്ട ഒരു വീഡിയോന്റെ ഒരു പോസ്റ്റില് ഒരാൾ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്തു, ഇനിയെങ്കിലും ഈ പോസ്റ്റൊക്കെ ഇങ്ങനെ ഇടാതിരുന്ന പോരെ. മന്തിൻ്റെതാ, നമ്മുടെ ജീനയുടെ മന്തി ആണ് വൈറൽ. വയനാട്ടിൽ എനിക്ക് അതങ്ങനെയൊന്നും അറിയില്ല. കേരളത്തിൽ ഇത്രയും വൻ ദുരന്തം നടന്നിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യാതിരുന്നൂടെയാണ്. ഹലോ, അപ്പൊ ഞങ്ങളുള്ളത് ഒന്നാമത് ലക്ഷദ്വീപാണ്. നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് അത് തന്നെ സഹായം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ ഒരു എനിക്കതിൽ വലിയ ആവശ്യമില്ലല്ലോ. എല്ലാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, വേറെ കാര്യം ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് മൊത്തത്തില് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അങ്ങനെ ഇപ്പോ നമ്മുടെ ട്രിപ്പിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ വന്ന് ഇവിടെ കഴിഞ്ഞ് ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞൊരു 1 മന്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പല വീഡിയോസും നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്രയും ടൈം ലേറ്റ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് റീസെന്റ് ഒരു 3-4 ഡേയ്സ് മുമ്പെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് അങ്ങനെ ദുരന്തമുള്ള സമയത്ത് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫ് മൂവ് ഓൺ ചെയ്യണമല്ലോ. നമുക്ക് പറ്റുന്ന സഹായം ചെയ്യാന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മള് ചെയ്യുന്ന കാര്യം എല്ലാരും കാണിച്ചിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മള് പബ്ലിസിറ്റി കൊടുക്കാത്തതാണ് നമ്മള് പലതും ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അതിൽ ഓക്വേർഡ്നെസ് ഉണ്ട്. ഒരു പലതും ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാലും അതിനും നെഗറ്റീവ് കമന്റ് അത് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കാണിക്കണോന്നൊക്കെ. അപ്പൊ അത് കാണിക്കേണ്ടതൊന്നുമില്ല. അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അവരങ്ങനെ ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വന്നിട്ട് ഇങ്ങനെ എന്തിനാണ് കുറെ നെഗറ്റീവ്സ്. ഇപ്പൊ റീസെന്റ് വന്ന എന്ത് പോസ്റ്റിന്റെ താഴെ നെഗറ്റീവ്. സീരിയസ്ലി ഒരു നെഗറ്റീവ് കാണുമ്പോഴത്തേക്കും എനിക്കൊന്നും വലിയ ഹേർട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെയിൻ ആയിട്ട് നെഗറ്റീവ് എടുത്ത പേജ് നോക്കുമ്പോഴത്തേക്കും ഫേക്കാണ്. മര്യാദക്ക് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ളത് ഒന്ന് മര്യാദക്ക് നീറ്റിക്കുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞ ഒരു മാന്യത ഉണ്ട്. മാന്യത മാത്രല്ല, അത്ര പോലും അത്ര ധൈര്യം ഇല്ലാണ്ട് അത്രക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, വേറെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതെന്തിനാണ് ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്? എന്തോരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്നുകിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ നല്ല വിമർശനങ്ങളാവാം. ഇതല്ല, എന്തിട്ട് അത് മാത്രം അറിയരുത്. അത് ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ആരും അത്രയും തരം താഴില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അത്രയ്ക്കാണ് എനിക്ക് ജസ്റ്റ് പറയാൻ തോന്നി. എപ്പോഴും ഒരു മാതിരി ഡാർക്ക് വൈബ് അടിക്കാൻ കുറയണം. ഫേക്ക് അക്കൗണ്ട് ഇതിനു വേണ്ടി മാത്രം മറ്റേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ആ ഫേക്ക് അക്കൗണ്ടിന് വന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് വരെ ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഒരു വീഡിയോയിൽ. ഭയങ്കര ഞാൻ കുറെ കാണുമ്പോഴത്തേക്ക് തന്നെ പലതും അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് ആരും കാണും. കാര്യം എന്താ, ഇതും വാലും പിടിച്ച് കുറെ എണ്ണം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ. നമ്മുടെയൊക്കെ ലൈഫിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാനൊക്കെ പറ്റും. ആൻഡ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ റെഡിയാണ് നെഗറ്റീവ് ആക്സെപ്റ്റ് ചെയ്യാനും. അത് ഇരിക്കട്ടെ. ഇതിലും ബേബി ഉറങ്ങിയിലൊക്കെ കാണാമായിരുന്നു ഇവിടെ. ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല ഞാനും ജീനും ബ്രേക്കിൻ്റെ ടൈമിട്ട് ഞങ്ങളൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുക. അവിടെ പോയപ്പോൾ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ നല്ല വിശപ്പ്. പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് ഐസ്ക്രീമാ
ഐസ്ക്രീം ഇവിടെ ഇല്ലായിരുന്നു. ഐസ്ക്രീം വീണ്ടും ആകെ 7-Up പോലെ. താങ്ക് യു അല്ലാത്ത എനിക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അയ്യോ സൈഡ് സൈഡ് എന്ത് കോമ്പിനേഷൻ ഇതില്. പോട്ടെന്നാ. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ വരുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പരിപാടി. കുറച്ച് എന്ന് വെച്ചാൽ ഇത് അപ്പോൾ വേറൊന്നുമല്ല, ജമീന അവൾക്ക് ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആരും കാണാത്ത. ഉമ്മ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഇന്ന് കിച്ചൺ വർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ കുറേ നമ്മുടെ ലോണ്ട്രി കുറേ നാളായിട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായില്ല മഴ കാരണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ അല്ലറ ചില്ലറ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.